one of the important characteristic of a student is to question. Let them ask questions. Yes, this is Success Academy with some current affairs. I'm Safna with some fresh newses. So, എന്തൊക്കെയാണ് ഇന്നത്തെ fresh newses എന്ന് നമുക്ക് നോക്കാം. Recently, Sahitya Academy Award winner Sheikh Khaja Hussain passed away, in which name he is popularly known as. Recent ആയിട്ട് മരിച്ച സാഹിത്യ അക്കാദമി വിന്നറായിട്ടുള്ള ഷെയ്ഖ് ഖാജ ഹുസൈൻ, അദ്ദേഹം എന്ത് തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. യെസ്, ഇറ്റ് ഈസ് ദേവിപ്രിയ. ദേവിപ്രിയ എന്ന് പറയുന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആൻഡ് ഹീ ഈസ് എ തെലുഗു പോയറ്റ്, ജേർണലിസ്റ്റ്, സ്ക്രിപ്റ്റ് റൈറ്റർ. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ടാഡിക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഗാലി റംഗു എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് 2017 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ആൻഡ് ഉദയം തെലുഗു ഡെയിലിയിൽ കണ്ടംപററി പൊളിറ്റിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന റണ്ണിങ് കമൻട്രി എന്ന് പറയുന്ന പരിപാടിക്കാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. ആൻഡ് പൊളിറ്റിക്കൽ സറ്റാരിക്കൽ കാർട്ടൂൺസ് ആൻഡ് പോയട്രീസിലാണ് അടുത്തതായിട്ട് അദ്ദേഹം കൂടുതലായിട്ട് അറിയപ്പെട്ടിരുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗരീബി ഗീതാലു, അതുപോലെ തന്നെ അമ്മ ചെട്ടു ചെപ്പ ചിലുക എന്ന് പറയുന്ന പുസ്തകമാണ്. ആൻഡ് ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ബിശ്വഭൂഷൺ ഹരിചന്ദൻ. ആൻഡ് CM എന്ന് പറയുന്നത് യദുഗുരി സണ്ടിൻഡി ജഗ്മോഹൻ റെഡ്ഡിയാണ്. ആൻഡ് ആസ് ഇന്ത്യയിൽ തന്നെ 3 ക്യാപിറ്റലുള്ള ഏക സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആൻഡ് വിശാഖപട്ടണം എക്സിക്യൂട്ടീവ് ക്യാപിറ്റലും അമരാവതി ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലും കുർണൂൾ എന്ന് പറയുന്നത് ജുഡീഷ്യറി ക്യാപിറ്റലുമാണ്. യെസ്, തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും കോമൺ ആയിട്ടുള്ള ഒരു ക്യാപിറ്റലുണ്ട്, ഇറ്റ് ഈസ് ഹൈദരാബാദ്. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. Joe Biden appoints Indian American Mala Adiga to which post? Joe Biden recent ആയിട്ട് മാല അഡിഗ, ഇന്ത്യൻ അമേരിക്കൻ ഒറിജിൻ ആയിട്ടുള്ള മാല അഡിഗ എന്ത് പോസ്റ്റിലേക്കാണ് മാല അഡിഗയെ അപ്പോയിൻറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. ആൻഡ് ഗവർണർ, സ്പീക്കർ, ചീഫ് ഓഫ് സ്റ്റാഫ്, പോളിസി ഡയറക്ടർ. യെസ്, ഷി വാസ് അപ്പോയിൻറ്റഡ് ആസ് പോളിസി ഡയറക്ടർ ഫോർ ജിൽ ബെയ്ഡൻ, അതായത് ഫസ്റ്റ് ലേഡി ടു ബി. ബെയ്ഡൻ്റെ വൈഫായിട്ടുള്ള ജിൽ ബെയ്ഡൻ ആണ് പോളിസി ഡയറക്ടറായിട്ട് ജിൽ ബെയ്ഡനെ പോളിസി ഡയറക്ടറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ആൻഡ് ജിൽ ബെയ്ഡൻ ഈസ് മോസ്റ്റ്ലി ഫോക്കസിങ് അപ്പോൺ എഡ്യൂക്കേഷൻ പോളിസീസ്. ആൻഡ് ഓൾസോ ഷീ വാസ്, അതായത് മാല അഡിഗ വാസ് ഓൾസോ സീനിയർ അഡ്വൈസർ ഫോർ ജിൽ ആൻഡ് ഓൾസോ സീനിയർ പോളിസി അഡ്വൈസർ ഫോർ ബെയ്ഡൻസ് 2020 ക്യാമ്പയിൻ. ആൻഡ് ഓൾസോ ബെയ്ഡൻ ഫൗണ്ടേഷൻസിലെ ഡയറക്ടർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് മിലിറ്ററി ഫാമിലീസിലും ഷി വാസ് എ ഡയറക്ടർ. ആൻഡ് ഓൾസോ ഒബാമ അഡ്മിനിസ്ട്രേഷനിലും ഷീ ഹെൽഡ് റെപ്യൂട്ടഡ് പോസ്റ്റസ്. ഓക്കെ, ആൻഡ് ഇന്ത്യൻ അമേരിക്കൻ ഒറിജിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. യെസ്, ഷീ ഈസ് എ കർണാടക ഒറിജിൻ. ആൻഡ് കർണാടകയിലെ ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ കുണ്ടപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷീ ബോൺ. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ലോഞ്ച് ഹിം സുരക്ഷ ഡ്രൈവ്? ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിം സുരക്ഷ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഹിം സുരക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. യെസ്, ഇറ്റ് ഈസ് ഹിമാചൽ പ്രദേശിലാണ് ഈ ഒരു സംരംഭം കൊണ്ടുവരുന്നത്. ഓക്കെ, COVID-19 പേഷ്യൻസിനും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന പേഷ്യൻസിന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന, ഡോർ ടു ഡോർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് ഇത്. ഓക്കെ, ആൻഡ് ഇത് നവംബർ 25 ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ആക്റ്റീവ് കേസസ് ഫൈൻഡിങ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് ഇത് തുടങ്ങുന്നത്. ആൻഡ് ഓൾസോ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള അമിതാഭ് അവസ്ഥയാണ് ഇങ്ങനൊരു ലോഞ്ചിങ്ങിനെ പറ്റി അറിയിപ്പ് നൽകുന്നത്. ആൻഡ് ഓൾസോ 6381 ആക്റ്റീവ് പേഷ്യൻസ് ഉള്ള സംസ്ഥാനത്ത് 5673 പേരും ഹോം ഐസൊലേഷനിലാണ് എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഓക്കെ, ആൻഡ് ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സമ്മറിൽ ഷിംലയും വിൻ്ററിൽ ധരംശാലയുമാണ്. ആൻഡ് ഗവർണർ എന്ന് പറയുന്നത് ബണ്ടാരു ദത്താത്രേയയാണ്. ആൻഡ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ജയ്റാം താക്കൂറാണ്. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. Which state in India bans online games and apps that allow betting? Online games and apps, betting അനുവദിക്കുന്ന ഓൺലൈൻ ഗെയിംസും ആപ്സും ബാൻ ചെയ്ത സംസ്ഥാനം, ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം.
യെസ് കർണാടക, ഉത്തരാഖണ്ഡ്, തമിഴ്നാടു, മേഘാലയ. യെസ് അവർ നൈബറിംഗ് സ്റ്റേറ്റ് തമിഴ്നാടു ഹു ബാൻസ് ഓൺലൈൻ ബെറ്റിംഗ്. ആൻഡ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതുമൂലം ബാധിച്ചിരിക്കുന്നത് യങ്സ്റ്റേഴ്സിനെയാണ്. സോ അവരാണ് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ചിലർ സൂയിസൈഡ് വരെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് ഇത്തരം ഓൺലൈൻ ഗെയിമിങ്സ് ബാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്തൊക്കെയാണ് ബാൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സൈബർ സ്പേസിലുള്ള വേജറിങ്, ബെറ്റിംഗ് തുടങ്ങിയവയൊക്കെയാണ് നിരോധിച്ചിരിക്കുന്നത്. മാത്രമല്ല വിന്നിങ് പ്രൈസ് മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് ഇലക്ട്രോണിക് ട്രാൻസ്ഫേഴ്സ്, അതുപോലെ തന്നെ കോമൺ ഗെയിമിംഗ് ഹൗസസിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൈസ് മണി, വിന്നിങ് പ്രൈസ് മണീസൊക്കെയാണ് ബാൻ ചെയ്തിരിക്കുന്നത്. ഇനി അഥവാ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5000 രൂപ പിഴയും 6 മാസം തടവുമാണ് അവർ പറഞ്ഞിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ. യെസ് ഗവർണർ എന്ന് പറയുന്നത്, തമിഴ്നാടുവിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ബൻവാരിലാൽ പുരോഹിതാണ്. ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചെന്നൈ ആണ്. CM അതായത് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് എടപ്പാടി പളനിസ്വാമിയാണ്. ഓക്കെ. യെസ്, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. ഇന്ത്യാസ് ഫസ്റ്റ് മോസ് ഗാർഡൻ കംസ് അപ്പ് ഇൻ വിച്ച് ഡിസ്ട്രിക്റ്റ്? ഇന്ത്യയിലെ ഫസ്റ്റത്തെ മോസ് ഗാർഡൻ എവിടെയാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. മോസ് ഗാർഡൻ, എന്താ ഈ മോസ് ഗാർഡൻ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ? യെസ്, മോസ് ഗാർഡൻ എന്ന് പറയുന്നത് പായലാണ്. നമ്മൾ പായൽ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അത് വെച്ച് ഭംഗിയുള്ള, അതായത് പല വലിയ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പുല്ല് പോലെ മുളച്ച് നിൽക്കുന്ന കാര്യങ്ങൾ, ഗാർഡൻ പോലെയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. യെസ്, മോസ് ഗാർഡൻ, ഇന്ത്യയിലെ ഫസ്റ്റ് മോസ് ഗാർഡൻ വരുന്നത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിൽ കുമോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആൻഡ് 1 വർഷമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജേന്ദ്ര സിംഗ് ആണ് ഇത് കഴിഞ്ഞ ദിവസം ഇനോഗ്രേറ്റ് ചെയ്തത്. ആൻഡ് അതായത് ഹ്യൂമൻ ബീയിങ്സും നേച്ചറും ആയിട്ടുള്ള കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന, അതായത് അങ്ങനെ അടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് ഓൾസോ ഇത് ഉത്തരാഖണ്ഡിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ആൻഡ് രാജ്യത്തെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് സച്ച് ഗാർഡൻ ആണ്. ജപ്പാനിലൊക്കെ ഇത് ഒത്തിരി അവരൊരു പാഷനായിട്ട് തന്നെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് 10 ഹെക്ടറിൽ ആണ് ഈ ഒരു മോസ് ഗാർഡൻ അവർ നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് 2300ഓളം മോസ് സ്പീഷീസാണ് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അതിൽ 339 ഉത്തരാഖണ്ഡിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ, അതായത് ഈ മോസ് ഗാർഡനിൽ എന്തൊക്കെയാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ 30 റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് മോസ് സ്പീഷീസ് ആൻഡ് അതർ ബ്രയോഫൈറ്റ് സ്പീഷീസ്, അതിൽ ഉൾപ്പെടുന്നത് IUCN റെഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള 2 സ്പീഷീസും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ബ്രയോഫൈറ്റ് സ്പീഷീസും ഇതിൽ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ 1.25 കിലോമീറ്റർ നീളത്തിലുള്ള മോസ് ട്രെയിലും ഈ ഒരു മോസ് ഗാർഡനിൽ ഉണ്ട്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് നൈനിറ്റാൾ. ആൻഡ് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലാണ് ഇത് വരുന്നത്. ആൻഡ് ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിൻ്ററിൽ ഡെറാഡൂണും സമ്മറിൽ ഗെയർസെയിനുമാണ്. ആൻഡ് ഓൾസോ ഗവർണർ എന്ന് പറയുന്നത് ബേബി റാണി മൗര്യയാണ്. ആൻഡ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്. ഈ വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലോട്ട്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യയിലേക്ക് പോകാൻ വായോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, എന്താണ് ഈ സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ? യെസ്, സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കൂർഗാണ്. ഇന്ത്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൂർഗ്. നമ്മുടെ ഈ പിങ്ക് സിറ്റിയൊക്കെ പോലെ, ജയ്പൂർ പിങ്ക് സിറ്റി ആയതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കൂർഗാണ്. സോ ഇതുപോലെയുള്ള അതായത് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ ഇങ്ങനെ പറയുന്നത്. സോ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളത് അടുത്തടുത്ത വീഡിയോസിലായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ. യെസ്, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. ഹൂ ലെയ്ഡ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ ദ തേർവൈ കണ്ടിഗൈ റിസർവോയർ? തേർവൈ കണ്ടിഗൈ റിസർവോയർ എന്ന് പറയുന്ന പുതിയ ഒരു റിസർവോയർ ആണ്. അത് ആരാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ അതിൻ്റെ ഇട്ടത് എന്നാണ് ചോദ്യം. യെസ്, വെങ്കയ്യ നായിഡു, നരേന്ദ്രമോദി, എടപ്പാടി പളനിസ്വാമി, അമിത് ഷാ. യെസ്, ഇറ്റ് ഈസ് അമിത് ഷാ who laid the foundation stone for it. And 5th റിസർവോയർ ആണ് ഇത്. ആൻഡ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് ടോട്ടലി 67,000 കോടിയാണ്. ബട്ട് അമിത് ഷാ ഇത് ഇനോഗ്രേറ്റ്, അതായത് ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ട സമയത്ത് 380 കോടി
കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഫ്രം ദ പാർട്ട്. ഓക്കെ, ആൻഡ് ഇത് വരുന്നത് തിരുവാളൂർ ഡിസ്ട്രിക്റ്റിലാണ്. ആൻഡ് ഓൾസോ ഇത് സിറ്റിയിലേക്കുള്ള ഫ്രഷ് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർവോയർ കൊണ്ടുവരുന്നത്. ആൻഡ് കലൈവണർ അരങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് വെർച്വലി ആണ് ഈ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത്. ആൻഡ് ആ മീറ്റിങ്ങിൽ CM ആയിട്ടുള്ള എടപ്പാടി പളനിസ്വാമിയും ഡെപ്യൂട്ടി CM ആയിട്ടുള്ള O പനീർശെൽവവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാടുവിൻ്റെ ക്യാപിറ്റൽ ചെന്നൈ ആണ്. ആൻഡ് ഗവർണർ എന്ന് പറയുന്നത് ബൻവാരിലാൽ പുരോഹിത് ആണ്. ആൻഡ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് എടപ്പാടി പളനിസ്വാമിയാണ്. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. വിച്ച് എയർപോർട്ട് ഇൻ ഇന്ത്യ അച്ചീവ്ഡ് ദ ന്യൂ ഹൈറ്റ് ഇൻ ഏഷ്യ പസഫിക് ഫോർ കാർബൺ അക്രഡിറ്റേഷൻ? കാർബൺ അക്രഡിറ്റേഷനിൽ ഇന്ത്യ പസഫിക് റീജിയണിൽ തന്നെ ഫസ്റ്റ് ഈ ഒരു നേട്ടം കൈവരിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ആൻഡ് GHG അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ മാനേജ്മെൻറ്റിലും മറ്റുമായിട്ട് എടുക്കേണ്ട നടപടികൾ, അതായത് അതിൻ്റെ എമിഷനും മറ്റു കാര്യങ്ങളും ആയിട്ട് എടുക്കേണ്ട നടപടികളും അതുപോലെ തന്നെ അതിനവരെ പ്രാപ്തരാക്കുന്നതിലും അതിലവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഒരു സംരംഭത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇത് ചെയ്യേണ്ടത്, അതായത് എയർപോർട്ട്സ് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഈ നടപടികളൊക്കെ എടുക്കേണ്ടത്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷനും അതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. സോ ഇത് 6 ലെവലായിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ്, അതായത് ഏഷ്യ പസഫിക് റീജിയണിൽ ലെവൽ 4+ കടക്കുന്ന ഫസ്റ്റ് എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ട്. ഓക്കെ, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഫുൾ നെയിം. സോ ഈ ഡൽഹി എയർപോർട്ടാണ് ഫസ്റ്റ് ഏഷ്യ പസഫിക് റീജിയണിൽ ലെവൽ 4+ അക്രഡിറ്റേഷൻ കടക്കുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു നിമിഷമാണ്. സോ ഏഷ്യ പസഫിക് റീജിയണിൽ തന്നെ ഇത്തരത്തിലൊരു അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. സോ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഈ സസ്റ്റൈനബിലിറ്റീൻ്റെ, അതായത് ഇത്തരത്തിലൊരു സസ്റ്റൈനബിലിറ്റി കൊണ്ടുവന്നതിൽ ASCI ൻ്റെ എയർപോർട്ട് കാർബൺ അക്രഡിറ്റേഷൻ പ്രോഗ്രാമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. സോ ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. സോ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ CEO എന്ന് പറയുന്നത് വിദേഹ് ജയ്പൂരിയാർ ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. വിച്ച് സ്പേസ് ഏജൻസി ലോഞ്ചസ് സെൻറ്റിനൽ സാറ്റലൈറ്റ്? റീസെൻ്റ് ആയിട്ട് ഏത് സ്പേസ് ഏജൻസിയാണ് സെൻറ്റിനൽ സാറ്റലൈറ്റ് അയച്ചത് എന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് നാസ. ഇത് US യൂറോപ്യൻ സാറ്റലൈറ്റ് ആണ്. ആൻഡ് എർത്ത് ഓർബിറ്റിലേക്ക് കാലിഫോർണിയയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് അയച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് അയച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് Sentinel-6 മൈക്കൽ ഫ്രിലിച്ച് എന്നാണ്. ഓഷ്യോനോഗ്രാഫർ ആയിട്ടുള്ള മൈക്കൽ ഫ്രിലിച്ചിൻ്റെ പേരിലാണ് ഈ ഒരു സാറ്റലൈറ്റിന് ഇങ്ങനൊരു പേര് ഇട്ടിരിക്കുന്നത്. ആൻഡ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിൽ നിന്നാണ് ഇത് ലോഞ്ച്, വെൻഡൻബർഗ് എയർഫോഴ്സ് ബേസിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് കുറച്ചു നേരം കഴിഞ്ഞപ്പം തന്നെ ആർച്ച് ചെയ്തിട്ട് പസഫിക് ഓഷ്യൻ വഴി ലോഞ്ചിങ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. ആൻഡ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു SpaceX ഫാൽക്കൺ ആണ് ഇത്, അതായത് റോക്കറ്റ് ആണ് ഈ SpaceX ഫാൽക്കൺ 9 എന്ന് പറയുന്നത്. സോ അത് റീയൂസിനായിട്ട് തിരിച്ചെത്തി. ആൻഡ് ഓൾസോ ഇത് കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജിൽ 1 മണിക്കൂർ കഴിഞ്ഞതും ബ്ലാസ്റ്റായി ഫസ്റ്റ് കോണ്ടാക്റ്റ് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക്, അതായത് അലാസ്കയിലെ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് ഫസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്തു എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ഫേസ് ആണ്. ആൻഡ് സെക്കൻഡ് ഫേസിൽ ഇനി ഒരു സാറ്റലൈറ്റും കൂടെ അയക്കും. ഇറ്റ് ഈസ് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സാറ്റലൈറ്റ് അയക്കുന്നത്. സെയിം പ്രൊസീജിയറിന് വേണ്ടി തന്നെയാണ്. ഇത് രണ്ടും ഐഡൻറ്റിക്കൽ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. വിച്ച് കൺട്രി ഗെറ്റ്സ് ദ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്? ഏത് രാജ്യത്തിനാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് 2020 കിട്ടുന്നത് എന്നാണ് ചോദ്യം. ആൻഡ് വിയറ്റ്നാം, ശ്രീലങ്ക, തായ്ലൻഡ്, ബംഗ്ലാദേശ്. യെസ്, ഇറ്റ് ഈസ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനാണ് ഈ ഒരു ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് ലഭിക്കുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മുടെ ഡൽഹി എയർപോർട്ടിന് ആ ഒരു പദവി, അതായത് ലെവൽ 4+ എന്നുള്ള അക്രഡിഷൻ കിട്ടിയത്. സോ അതുപോലെ തന്നെ സ്റ്റേറ്റുകൾക്ക് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ പോലുള്ള കാര്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫണ്ടാണ് ഈ ഗ്രീൻ
ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ഈ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ ആൻഡ് റിഡക്ഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതായത് പാരീസ് അഗ്രിമെൻറ്റ് പ്രകാരം കൊടുക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ UNFCCC, അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഈ ഒരു ഫണ്ട് കൊടുക്കുന്നത്. സോ ഇത് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിനാണ്. അതായത് ബംഗ്ലാദേശ് ഈസ് ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ കോൺട്രിബ്യൂട്ടർ ഇൻ കാർബൺ എമിഷൻ ഓൾസോ. ആൻഡ് അവിടെയുള്ള, അതായത് 27% ഓഫ് ഇത്രയും ഗ്രീൻ ഹൗസ് ഗ്യാസസും മറ്റും കാർബൺ ഡയോക്സൈഡൊക്കെ പുറത്തു വിടുന്നത് ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആണ്. അതായത് അവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് പണ്ടത്തെ ഓൾഡ് മെഷീൻസൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ഗ്യാസസ് പുറത്ത് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പാക്കേജ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിനാണ് കൊടുക്കുന്നത്. സോ ഇതുമൂലം 2030 14.5 മില്യൺ ടൺ ഓഫ് കാർബൺ ഡയോക്സൈഡാണ് കുറയ്ക്കുന്നതിനാണ് ഈ ഒരു ഫണ്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത് ഇപ്രാവശ്യം, അതായത് ഈ ഫണ്ട് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $256 മില്യൺ ആണ് ഫണ്ട് എമൗണ്ട് വരുന്നത്. സോ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ധാക്കയാണ്. ബംഗ്ലാദേശിൻ്റെ കറൻസി എന്ന് പറയുന്നത് ബംഗ്ലാദേശി ടാക്കയാണ്. ആൻഡ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ആൻഡ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ്. സോ നിങ്ങൾക്ക് ക്യാപിറ്റലും കറൻസിയും പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ടാക്ക ബംഗ്ലാദേശി ടാക്കയാണ് കറൻസി, ആൻഡ് ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ധാക്കയാണ്. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഡസ് സീസ്മിക് സർവേ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ ഹാസ് ലോഞ്ച്ഡ്? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് സീസ്മിക് സർവേ, ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടുള്ള സീസ്മിക് സർവേ ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ പുരി എന്ന് പറയുന്ന സ്ഥലത്തെ കാഗത്പൂരിലെ മഹാനദി ഓൺലൈൻ ബേസിലാണ് ഈ ഒരു സംരംഭം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് നാഷണൽ സീസ്മിക് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സ്പ്ലോറേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് 220 കോടി രൂപയാണ് ഈ ഒരു സീസ്മിക് ക്യാമ്പയിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. ഇത് ഓയിൽ ആൻഡ് ഗ്യാസ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ടു ബൂസ്റ്റ് ദ കൺട്രീസ് ഹൈഡ്രോ കാർബൺ റിസോഴ്സ് ബേസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഒഡീഷ. ഓക്കെ, സോ ഇന്ത്യയിലെ വിലയിരുത്തപ്പെടാതെ പോയിട്ടുള്ള എക്കൽ നദീതടങ്ങളെ വിലയിരുത്തുന്നതിനാണ് ഈ ഒരു സംരംഭം കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇത് ലോഞ്ച് ചെയ്തത് ഓയിൽ മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ആണ്. ഓക്കെ, സോ അതായത് ഒഡീഷയുടെ ഗവർണർ എന്ന് പറയുന്നത് ഗണേഷി ലാലാണ്. ആൻഡ് ഒഡീഷയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ്. ആൻഡ് CM എന്ന് പറയുന്നത് നവീൻ പട്നായിക് ആണ്. ഓക്കെ, സോ ഇന്ന് നവംബർ 23 കാഷ്യൂ ഡേ ആണ്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. സോ ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫെയർസ്. ആദ്യമായി ഇന്ത്യൻ കുപ്പായം അണിഞ്ഞ് മലയാളി ക്രിക്കറ്റർ CK ഭാസ്കർ ഓർമ്മയായി. ഇദ്ദേഹം മുൻ കേരള രഞ്ജി ടീം താരമായിരുന്നു. 1964 സിലോണിൽ നടന്ന അനൗദ്യോഗിക ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മലയാളി ക്രിക്കറ്ററാണ് ഡോക്ടർ CK ഭാസ്കർ. ആയുർവേദത്തിൽ ശസ്ത്രക്രിയയ്ക്ക് അനുമതി. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർക്ക് മാത്രമാണ് ശസ്ത്രക്രിയ ചെയ്യാനാവുക. ശല്യതന്ത്ര, ശാലക്യതന്ത്ര തുടങ്ങിയ ബിരുദാനന്തര കോഴ്സ് വിഭാഗക്കാർക്ക് ശസ്ത്രക്രിയ നടത്താനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനമാണ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുറപ്പെടുവിച്ചത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് എന്തെങ്കിലും കമൻസ് കൂടുതലായിട്ട് വീഡിയോസിൽ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.